ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന്. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലാണിത് ചെയ്യുന്നത്. മൊബൈലിൽ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് തരുന്നത്. ഇതിൽ മൊബൈലിൽ യൂട്യൂബ് ചാനലിൻ്റെ ഐക്കോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, അതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയി വന്നു. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകും. ആ ഐഡിയയുടെ തൊട്ട് താഴെ കണ്ടല്ലേ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളത്. അപ്പോൾ ആ ക്രിയേറ്റ് എ ചാനലിൽ പ്രസ് ചെയ്ത് മതി. നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും ഒരു യൂട്യൂബ്, ഒരു പിന്നെ ഇമെയിൽ അഡ്രസ്സും ഉണ്ടാകും. അപ്പോൾ ആ ഇമെയിൽ അഡ്രസ്സ് വെച്ചാണ് നിങ്ങൾ കമൻസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ ആ സെയിം ഇതിൻ്റെ താഴെയാണ് ക്രിയേറ്റ് എ ചാനൽ എന്ന് വരുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതാണ് വരുന്നത്. ആദ്യം നിങ്ങൾക്ക് ഇതിനകത്ത് പിക്ചർ ആഡ് ചെയ്യാം, പേര്, പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന പേര്. ഇത് ഓരോന്നും എന്താണ് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് ഇതിനകത്ത് ഈ ഹാൻഡിൽ ചെയ്യുന്ന പേരിലേക്ക് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉപയോഗിക്കേണ്ടി വരും. മീൻസ് ചിലർക്ക് ഇതേ സെയിം പേരുണ്ടെങ്കിൽ നിങ്ങളുടേത് പാസ്സാകത്തില്ല. അതിനൊരു റെഡ് ടാഗ് കാണിക്കും, ഒരു റെഡ് ലൈൻ കാണുന്നത് കണ്ടോ. ആ റെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേര് വേറെ ആരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു വെറൈറ്റി പേര് അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ മാറി അത് ഗ്രീൻ ആകും, ബ്ലൂ ആകും. അപ്പോൾ ബ്ലൂ ആയി കഴിഞ്ഞാൽ അത് ഓക്കെ ആയി എന്നാണ് അർത്ഥം. ഉണ്ടോ? അപ്പോൾ പുതിയൊരു പേരങ്ങ് ആഡ് ചെയ്തു, ഓക്കെ ആയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരുപാട് പേര് ഉപയോഗിക്കുന്ന പേരൊക്കെ ആണെങ്കിൽ അത് റെഡ് കാണിക്കും. അപ്പോൾ അത് ബ്ലൂ ആകുന്നത് വരെ നിങ്ങൾ അതിൻ്റെ ചേഞ്ചസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇത് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റൈറ്റ് സൈഡിൽ ഗ്രീൻ ടിക്ക് വന്നു, അതങ്ങോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അത് സേവായി. ഇനി നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്യാം, പേര് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഏതാണ് നിങ്ങളുടെ സൗകര്യം പോലെ. ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ പിന്നെ ഗാലറിയിലേക്ക് പോകും. അതിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ ചൂസ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അവിടെ വെക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ എല്ലാ ഇതും കൊടുത്ത ശേഷം, നിങ്ങളുടെ ഫോട്ടോ കൊടുത്ത ശേഷം, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം താഴെയുള്ള ക്രിയേറ്റ് ചാനൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഓൾറെഡി നിങ്ങൾക്ക് ക്രിയേറ്റായി കിട്ടുകയാണ്. എൻ്റെ മൊബൈൽ കുറച്ച് സ്ലോ ആണ്, അതാണ് അത്രയും ടൈം എടുക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ക്രിയേറ്റ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി സമയം എടുക്കും. അവരൊന്ന് റൗണ്ടാക്കി എടുക്കേണ്ടത്. ഒന്ന് സമാധാനപ്പെടി. എത്തി. നമ്മൾ ചാനൽ ഓൾറെഡി ക്രിയേറ്റഡായി. യെസ്, റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, അതാണ് നമ്മൾ കണ്ട യു എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് വി. അപ്പോൾ ഓൾറെഡി നമുക്ക് ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ലെവല്. ഇനി റൈറ്റ് സൈഡിലുള്ള ഈ സെറ്റിങ്സ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. അപ്പം ഓൾറെഡി എനിക്കിപ്പോൾ 2-3 ചാനലുണ്ട്. ഇതങ്ങ് മൈനസ് ആക്കുക. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക. യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കണമേ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഒന്ന് യൂട്യൂബ്, പിന്നെ ഒന്ന് യൂട്യൂബ് സ്റ്റുഡിയോ. ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ സ്വിച്ച് അക്കൗണ്ട് എന്നൊക്കെ ഉണ്ടല്ലോ, ആ ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് എൻ്റെ ചാനലുകളെല്ലാം വരുന്നത്. അപ്പം ഇതിത്രയും എൻ്റെ ചാനലുകളാണ്. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ താഴെ കാണുന്ന ഇത്. അപ്പം ഞാനത് പ്രസ് ചെയ്യുമ്പോൾ പുതിയ ചാനൽ ഓപ്പണായി വരികയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഇതുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ചാനൽ. സോ ഇത്ര പരിപാടിയേ ഉള്ളൂ. ഈസി അല്ലേ? ഈസി മെത്തേഡല്ലേ? ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കും. പിന്നെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. മനസ്സിലായോ? ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഐഡിയയാണ്. അതായത് ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിയേറ്റ് എന്നതിനകത്തൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആയി. നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നതാണ് സ്റ്റുഡിയോ കേട്ടോ. ആക്ച്വലി നമുക്ക് വീഡിയോ ആഡ് ചെയ്യാനുള്ളത് യൂട്യൂബിൽ തന്നെ പോയിട്ട് വീഡിയോ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. തൽക്കാലം നമ്മൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഡെമോയാണ്
ഇപ്പോൾ ഈ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കമ്പ്യൂട്ടർ ചെയ്തു തരണമെന്നുണ്ടായിരുന്നു. ബട്ട് സാധാരണ മിക്കവാറും എല്ലാം വീട്ടമ്മമാരൊക്കെ മൊബൈലായിരിക്കുമല്ലോ ഉപയോഗിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ അത്ര പെട്ടെന്ന് ഈസി ആക്സസ് അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഒരു ചാനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. പിടി കിട്ടിയില്ലേ? നീ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ സപ്പോർട്ട് യു. ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ് ഒക്കെ ആക്കാൻ പറ്റും. വാഷ് പേജ് ആർട്സ്, ഇതൊക്കെ ഡീറ്റെയിലിംഗ് ആണ്. ഇതൊക്കെ പിന്നെ ഒരു സബ്ജക്റ്റായിട്ട് ഞാൻ എടുത്തിട്ട് തരാം. ഇതൊക്കെ നിങ്ങൾ ഓരോന്നോരോന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പയ്യെ പഠിക്കാൻ പറ്റും. ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ റിപ്പീറ്റഡ്ലി വേറെ വീണ്ടും വീഡിയോസ് ഇട്ട് തരാം. തൽക്കാലം ഇത് ചാനൽ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ മാത്രമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് സബ്സ്ക്രൈബർ ലെവൽ എത്രയാണോ, ഇപ്പോൾ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവേഴ്സും പിന്നെ 10 മില്യൺ വ്യൂസ്, അത് 90 ഡേയ്സിൽ ഇത്രയും വരണം എന്നുള്ളതാണ് അത് പറയുന്നത്. ഇങ്ങനെ ഓരോന്നുണ്ട്. ഇപ്പം ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടേൺ ഓൺ ആക്കി വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ വേറെ ആരും കയറാതിരിക്കാൻ നിങ്ങളടുത്ത് പെർമിഷൻ ചോദിക്കുന്ന ഒരു ഇതിനാണ് അതൊക്കെ. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത്രയൊന്നും പോകണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ. അതായത് ഇത്ര 1000 സബ്സ്ക്രൈബർ മിനിമം വേണം നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇതിന് റവന്യൂ കിട്ടി തുടങ്ങണമെങ്കിൽ മിനിമം 1000 സബ്സ്ക്രൈബേഴ്സും വേണം, 4000 വാച്ച് അവേഴ്സും വേണം. സോ ഇതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നിങ്ങളിത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടും. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സപ്പോർട്ട് ചെയ്യും. എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇതിനകത്ത് കുറേ അധികം ഇതുണ്ട്. കോപ്പി റൈറ്റ് ഒക്കെ വരുന്നത് അതൊക്കെ ശരിക്കും നോക്കിയിട്ട് വേണം ചെയ്യാൻ. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് കോപ്പി അടിച്ചിടരുത്. കുറേ കാര്യങ്ങൾ നോക്കിയാൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരാതെ നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഗ്രാജുവലി പറയാം. കുട്ടികൾ കരയുന്നത് ഇടാൻ പാടില്ല, പിന്നെ വെട്ടൽ കുത്തൽ അങ്ങനത്തെ ഒന്നും പാടില്ല. കുഞ്ഞു കുട്ടികൾ ഉപദ്രവിക്കുന്ന ഒരു ടേമും കൊണ്ടുവന്നിട്ട് കളയൽ, അതൊക്കെ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ ആഡ് എന്നുള്ളത് നോക്കാനാണ് പോകുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. വീണ്ടും യൂട്യൂബ് ഐക്കോണിലേക്ക് പോവാം. ഓക്കെ, ഓപ്പണായി. ഇനി വീഡിയോ ആഡ് ചെയ്യാൻ ഇതിനകത്ത് ഇതിലേക്ക് പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഓപ്പണായി വരും. എനിക്കൊരു പ്രശ്നമുണ്ടോ ഉണ്ടോ, വീഡിയോ ഓപ്പണായി വന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ ആഡ് ചെയ്യാം. സ്ലോ ആയിട്ട് കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒന്നുകൂടെ കാണിക്കാം. അതായത് ഈ സാധനം ഓപ്പണായി. ഇനി ഇതിനകത്ത് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ ഓപ്പണായി വരുന്നത്. നിങ്ങൾക്ക് ലൈവ് ആണെങ്കിൽ ലൈവ് പോകാം. താഴെ കണ്ടോ ലൈവിൻ്റെ ഇതിനകത്ത് ലൈവ് പോകാം. നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ ലൈവ് പോകും. ലൈവിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ലൈവ് ഇടാൻ പറ്റും. പിന്നുള്ളത് ഏതാണ് സംഗതി, അതൊന്ന് പിടികിട്ടിയില്ലേ, അതുകൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ലൈവ് പോകാൻ പറ്റും. 4 ഓപ്ഷനുണ്ട്: വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ്. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ലൈവാണ്. ഇത് ഷോർട്സ് ഇടാനുള്ളതാണ്. ഈ ഷോർട്സ് ഇടുമ്പോൾ ഇത് കണ്ടോ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സിൻ്റെ പിടിക്കാനകത്ത് മ്യൂസിക് ഇടാനുള്ള ഓപ്ഷനുണ്ട്. മുകളിൽ ടൈം മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് വീഡിയോ, നിങ്ങൾ വീഡിയോ പിടിച്ച് വെച്ച ശേഷം വീഡിയോ ആഡ് ചെയ്യാനുള്ളതാണ്. ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മതി. ഇത് ലൈവ് പോകാനുള്ളത്. വീണ്ടും ലൈവിലേക്ക് വരികയാണ്. ഇത് പോസ്റ്റ് ഇടാൻ, നിങ്ങളുടെ ടൈമൊക്കെ എത്ര മണിക്ക് നിങ്ങൾ പോസ്റ്റ് ഇടാൻ, നിങ്ങളെ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്നത് കണക്ക് പോസ്റ്റ് ഇടാനുള്ള ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് മുകളിൽ പോസ്റ്റ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, അത് പ്രസ് ചെയ്ത് കൊടുത്താൽ പോസ്റ്റ് ആവും. ഫോട്ടോസും ആഡ് ചെയ്യാൻ പറ്റും. സോ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോരുത്തരും ഓപ്പൺ ചെയ്യുക, നല്ല കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിടുക. എനിക്കത് വീട്ടമ്മമാരാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടത്. ഒത്തിരി പ്രൊഫഷണലായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. വീഡിയോ ആഡ് ചെയ്യുന്ന വിധവും ബാക്കിയുള്ളതും ഒക്കെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ എങ്ങോട്ടേ ചെയ്യാം. ഞാനിത് മൊബൈലിൽ ചെയ്താണ് നിങ്ങൾക്ക് ഇടുന്നത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ആകും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൾസോ. ഇതും പറയണം കേട്ടോ, വീഡിയോ ഒക്കെ എടുത്തിടുമ്പോഴത്തേക്ക്. പിന്നെ ഇത് ഉണ്ടാക്കി തന്നത് ഞാനാണ്, അല്ലെങ്കിൽ ഇതിനുള്ള ഹെൽപ്പ് ചെയ്തതെന്ന് ഞാനാണെന്നും കൂടെ പറഞ്ഞേക്കണം കേട്ടോ. ചുമ്മാ ഇരിക്കട്ടെ ഒരു ഗുമ്മിന്. അതായിട്ട് നിങ്ങൾ ഇനി കുറയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ. വീണ്ടും പുതിയ ചാനലുകൾ ഉണ്ടാകട്ടെ.
നല്ല നല്ല കണ്ടൻറ്റ് കാണാൻ കഴിയട്ടെ.